മുസ്ലിം ലീഗിന്റെ ഭരണഘടനയിൽ അമുസ്ലിമിന് ചേരാൻ പറ്റില്ല എന്നുണ്ട്. എന്നാൽ അവരുടെ ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ മെൻഷൻ ആക്കിയിട്ടില്ല. എന്താണ് ശരി? ഞാൻ അറിഞ്ഞിടത്തോളം, എനിക്കറിയുന്നിടത്തോളം മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ചേരാൻ കഴിയില്ല എന്ന് ഭരണഘടനാപരമായി പറയുന്നുണ്ടെന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ മെൻഷൻ ആക്കിയിട്ടില്ല. മുസ്ലിം ലീഗിലെ മെമ്പറായിട്ടുള്ള അമുസ്ലിങ്ങൾ, മുസ്ലിം ലീഗാണല്ലോ, ഇറ്റ്സ് എ ലീഗ് ഓഫ് മുസ്ലിംസ്. ലീഗ് എന്ന് പറഞ്ഞാൽ കൂട്ടം, മുസ്ലിം ലീഗ്. അപ്പൊ പിന്നെ എന്താണ് അതിനകത്ത് അമുസ്ലിങ്ങൾ എങ്ങനെ വരും? ലീഗ് ഓഫ് മുസ്ലിംസ് ആൻഡ് അമുസ്ലിംസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെയോ എന്തോ ഒരു തകരാറില്ലേ? ഒരു രാജ്യത്ത് പ്രവർത്തിക്കുകയും ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ മാത്രം പ്രതിദാനം ചെയ്യുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ, ഇന്നൊരാൾ എന്നോട് എഴുതി ചോദിച്ചു, അയാളത് കേൾക്കുന്നുണ്ടെങ്കിൽ പറയാനായിട്ട് പറയാം, സർ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലെങ്കിൽ ലോകത്ത് വർഗീയ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. ഒരു മുസ്ലിം ലീഗാണ് അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഉദാഹരണമായിട്ട് നമുക്ക് എവിടെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് പഴയ മുസ്ലിം ലീഗായാലും ഇപ്പോഴത്തെ മുസ്ലിം ലീഗായാലും, ബിക്കോസ് അവർ തന്നെ പറയുന്നു സമുദായ പാർട്ടിയാണ്. സമുദായം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ വർഗീയം. ഇപ്പോൾ മാർക്സിസം പറയുന്നത് എന്താണ്? വർഗ താല്പര്യം, വർഗങ്ങൾ തമ്മിലുള്ള, അവരൊരു വർഗത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതാണ് പറയുന്നത്, അല്ലേ? അവരെല്ലാ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്, അല്ല. വർഗ ബഹുജനം എന്ന് പറയുന്നത് ആ വർഗത്തിൽപ്പെട്ടതാണ്. ഉള്ളവൻ ഇല്ലാത്തവൻ എന്നൊക്കെ പറയുന്ന 2 സാങ്കല്പികമായ ഉടായ്പകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് എല്ലാവരെയും തങ്ങൾ പ്രതിനിധീകരിക്കുന്നില്ലെന്നും എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള മനോഭാവം തങ്ങൾക്കില്ലെന്നും തങ്ങളൊരു കൂട്ടത്തെയും ഒരു ട്രൈബലായിട്ട് കൊണ്ടുപോകണമെന്ന് പച്ചയ്ക്ക് പറയുന്നതാണ് മാർക്സിസം. അതാണത് മാനവീയ വിരുദ്ധവും ഡിവിസീവുമായിട്ടുള്ള വിഭജനം ലക്ഷ്യമാക്കി മനുഷ്യനെ ഒരേപോലെ കാണാൻ കഴിയാത്ത ഒരു വലിയ ചുരുങ്ങിയ അവസ്ഥയാണ് മാർക്സിസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് തന്നെയല്ലേ ഈ ഒരു കമ്മ്യൂണിറ്റി പാർട്ടി എന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥം? നമ്മളൊരു സെക്കുലർ ഡെമോക്രസിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഏതെങ്കിലും മുദ്രാവാക്യപരമായി, അവരെങ്ങനെ ചെയ്യുന്നു എന്നല്ല, മുദ്രാവാക്യപരമായും പേരുപരമായും കോൺസ്റ്റിറ്റ്യൂഷൻ പരമായും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് വർഗീയ പാർട്ടി അല്ലെങ്കിൽ ലോകത്ത് വർഗീയ പാർട്ടികളെ ഇല്ല. ഇപ്പോൾ BJP നിങ്ങളൊരു വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നു, BJP ഹിന്ദു കൺസോളിഡേഷന് ശ്രമിക്കുന്നു, അല്ലേ? ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് വാലിഡ്, വാട്ട് അബൌട്ട് മുസ്ലിം ലീഗ്? അത്രേ ഉള്ളൂ.